തലശ്ശേരിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നും വിവാദങ്ങൾക്കും പോരാട്ടങ്ങൾക്കും വലിയ സ്ഥാനമുണ്ട്. എന്നാൽ ഇത്തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CPM പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടിക കേരളത്തിലുടനീളം പ്രത്യേകിച്ച് കണ്ണൂർ രാഷ്ട്രീയത്തിൽ വലിയൊരു പ്രകമ്പനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സ്പീക്കർ AN ഷംസീറിന് പകരം തലശ്ശേരി പിടിക്കാൻ പാർട്ടി നിയോഗിച്ചിരിക്കുന്നത് കാരായി രാജനെയാണ്. ഫസൽ വധക്കേസിൽ മുഖ്യപ്രതി എന്ന നിലയിൽ വർഷങ്ങളോളം നിയമ പോരാട്ടങ്ങളും നാടുകടത്തലും നേരിട്ട ഒരാളെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാനുള്ള പാർട്ടിയുടെ തീരുമാനം ധാർമ്മികമായും രാഷ്ട്രീയമായും വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വിപ്ലവത്തിന്റെ ചുവന്ന കോട്ടയായി അറിയപ്പെടുന്ന മണ്ഡലമാണ് തലശ്ശേരി. എന്നാൽ ഇത്തവണ ഈ കോട്ടയ്ക്കുള്ളിൽ ഒരു പുതിയ തർക്കവിഷയം പുകയുകയാണ്. അക്രമ രാഷ്ട്രീയത്തിന്റെ കറപുരണ്ട ചരിത്രത്തെ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ പാർട്ടി വീണ്ടും പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഫസൽ വധക്കേസിലെ പ്രതിയായ കാരായി രാജനെ മത്സരിപ്പിക്കാനുള്ള തീരുമാനം CPMന്റെ ഭരണത്തുടർച്ച എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ വലിയൊരു തിരിച്ചടിയാകുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. 2006 ഒക്ടോബർ 22 പുലർച്ചെ നടന്ന ഒരു കൊലപാതകമാണ് തലശ്ശേരിയുടെ രാഷ്ട്രീയഗതി മാറ്റിയത്. പത്രവിതരണത്തിനായി സൈക്കിളിൽ പോവുകയായിരുന്ന LDF പ്രവർത്തകൻ മുഹമ്മദ് ഫസലിനെ ഒരു സംഘം വെട്ടിക്കൊലപ്പെടുത്തി. ഒരു പെരുന്നാൾ തലേന്നായിരുന്നു ഈ അരുംകൊല നടന്നത്. സംഭവം നടന്ന ഉടൻ തന്നെ അന്നത്തെ CPM നേതൃത്വം ഇതിന്റെ ഉത്തരവാദിത്തം RSSന്റെ മേൽ ചാർത്താൻ ശ്രമിച്ചു. എന്നാൽ കേസ് CBI ഏറ്റെടുത്തതോടെ പാർട്ടിയുടെ പ്രമുഖ നേതാക്കളായ കാരായി രാജന്റെയും കാരായി ചന്ദ്രശേഖരന്റെയും പങ്കിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നു. ഈ കൊലപാതകത്തിന് പിന്നിൽ CPM നേതാക്കൾ നടത്തിയ ഗൂഢാലോചനയാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ഫസലിന്റെ ചോര പുരണ്ട വസ്ത്രങ്ങൾ ക്ഷേത്ര പരിസരത്ത് ഉപേക്ഷിച്ചുകൊണ്ട് ഒരു വർഗീയ ലഹളയ്ക്ക് തിരികൊളുത്താൻ ശ്രമിച്ചുവെന്ന ഗൗരവകരമായ ആരോപണമാണ് കാരായി രാജനെതിരെയുള്ളത്. വർഷങ്ങളോളം ജയിൽവാസവും പിന്നീട് എറണാകുളം ജില്ലയിൽ മാത്രം കഴിയണമെന്ന കർശനമായ ജാമ്യ വ്യവസ്ഥയോടെയുള്ള നാടുകടത്തലും കാരായി രാജൻ നേരിട്ടു. പിന്നീട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി കോടതി ഇളവ് നൽകിയെങ്കിലും ഫസൽ വധക്കേസിലെ കറുത്ത നിഴൽ ഇപ്പോഴും അദ്ദേഹത്തെ വിട്ടുമാറിയിട്ടില്ല. കാരായി രാജന്റെ സ്ഥാനാർത്ഥിത്വത്തോട് പ്രതികരിച്ചുകൊണ്ട് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ച ചോദ്യങ്ങൾ ഇന്ന് കേരളം ഏറ്റെടുത്തിരിക്കുകയാണ്. അങ്ങേയറ്റം വൈകാരികമായും വസ്തുതാപരമായും രാഹുൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ CPMനെ പ്രതിക്കൂട്ടിലാക്കുന്നു. ഒരു പെരുന്നാൾ കാലത്ത് അച്ഛനെ കൊന്നവനെ മറ്റൊരു പെരുന്നാൾ കാലത്ത് മത്സരിപ്പിക്കാൻ ഇറക്കുമ്പോൾ അന്ന് 2.5 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഫസലിന്റെ മകൾ ഫിദയോട് എന്ത് മറുപടിയാണ് CPM നൽകാൻ പോകുന്നത്? രാഹുലിന്റെ ഈ ചോദ്യം കേവലം ഒരു രാഷ്ട്രീയ വിമർശനമല്ല, മറിച്ച് കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾ ഇന്നും അനുഭവിക്കുന്ന നീറുന്ന വേദനയുടെ പ്രതിഫലനമാണ്. ഫസലിന്റെ കൊലപാതകത്തിന് ശേഷം ആ കുറ്റം RSSന്റെ തലയിൽ കെട്ടിവെച്ചും നാടിനെ വർഗീയ കലാപത്തിലേക്ക് എറിഞ്ഞുകൊടുക്കാൻ നടത്തിയ ശ്രമത്തെ ക്രൂരതയെന്നാണ് രാഹുൽ വിശേഷിപ്പിക്കുന്നത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ചെറിയൊരു ആരോപണ വിധേയരായാൽ പോലും ആർത്തലയ്ക്കുന്ന സാംസ്കാരിക നായകരും കഥാപ്രസംഗം നടത്തുന്ന ചിന്തകരും ചാനലിലിരുന്ന് ജഡ്ജിമാരാകുന്ന മാധ്യമ പ്രവർത്തകരും കാരായി രാജന്റെ വിഷയത്തിൽ പുലർത്തുന്ന മൗനത്തെ രാഹുൽ കടുത്ത ഭാഷയിൽ പരിഹസിക്കുന്നു. ഇതിനെ അദ്ദേഹം വിളിക്കുന്നത് കമ്മി ഇമ്മ്യൂണിറ്റി എന്നാണ്. കൊലയാളിയാണെങ്കിലും അയാൾ CPMകാരനാണെങ്കിൽ ധാർമ്മികതയുടെ മാനദണ്ഡങ്ങൾ മാറുന്നു എന്ന ആരോപണം പൊതുസമൂഹത്തിൽ ശക്തമാണ്. ധാർമ്മികതയെക്കുറിച്ച് കവിതകൾ എഴുതുന്നവർക്കും മനുഷ്യത്വത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നവർക്കും കാരായി രാജന്റെ കാര്യത്തിൽ മിണ്ടാട്ടമില്ലാത്തതും ഇരട്ടത്താപ്പാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റപ്പെടുത്തുന്നു. ഇത് CPMന്റെ സൈബർ പോരാളികൾക്ക് പോലും പ്രതിരോധിക്കാൻ കഴിയാത്തൊരു വസ്തുതയായി മാറിക്കഴിഞ്ഞു. തലശ്ശേരിയിൽ സ്പീക്കർ AN ഷംസീറിനെ മാറ്റി നിർത്തി കാരായി രാജനെ കൊണ്ടുവന്നത് CPMന്റെ ആത്മവിശ്വാസമാണോ അതോ ഗതികേടാണോ? ഈ നീക്കം വലിയ രീതിയിൽ തിരഞ്ഞെടുപ്പിനെ ബാധിച്ചേക്കാം. കാരായി രാജൻ കണ്ണൂരിലെ സാധാരണ പ്രവർത്തകർക്കിടയിൽ സ്വാധീനമുള്ള നേതാവാണ്. പാർട്ടിക്ക് വേണ്ടി ജയിൽവാസം അനുഷ്ഠിച്ച വ്യക്തി എന്ന നിലയിൽ അണികളെ ആവേശഭരിതനാക്കാൻ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് കഴിഞ്ഞേക്കാം. അക്രമ രാഷ്ട്രീയത്തെ വെറുക്കുന്ന സമാധാനം ആഗ്രഹിക്കുന്ന നിഷ്പക്ഷ വോട്ടർമാർക്ക് കാരായി രാജനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് UDFന് അനുകൂലമായ സാഹചര്യവും ഒരുക്കിയേക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ മെയ് 9 വോട്ടെടുപ്പ് നടക്കുമ്പോൾ മെയ് 4 ഫസൽ വധക്കേസിലെ ഉപരിവാദം നടക്കുകയാണ്. കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായാൽ അത് തിരഞ്ഞെടുപ്പ് ഫലത്തെ നേരിട്ട് ബാധിക്കും. ഫസൽ എന്ന ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട യുവാവിന്റെ കൊലപാതകവും അതിന് പിന്നിലെ ഗൂഢാലോചനയും ന്യൂനപക്ഷ വോട്ടുകൾ അകറ്റാൻ കാരണമായേക്കാമെന്നും നേതൃത്വം ഭയക്കുന്നുണ്ട്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കാരായി രാജൻ വേട്ടയാടപ്പെട്ട ഒരു നേതാവാണ്. RSS പ്രതിക്കൂട്ടിലായ ഒരു കേസിലേക്ക് നേതാക്കളെ വലിച്ചിഴച്ചതാണെന്നാണ് CPM കാലാകാലങ്ങളായി വാദിക്കുന്നത്. ഈ കേസിലൂടെ പാർട്ടിയെ തകർക്കാനാണ് CBI ശ്രമിച്ചതെന്നും അവർ വിശ്വസിക്കുന്നു. എന്നാൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടതും ജാമ്യവ്യവസ്ഥകൾ കർശനമാക്കിയതും ഈ വാദങ്ങളുടെ മുനയൊടിക്കുകയാണ്. കാരായി രാജന്റെ സ്ഥാനാർത്ഥിത്വം വെറും ഒരു സീറ്റ് നിർണയമല്ല, മറിച്ച് CPMന്റെ രാഷ്ട്രീയ ബോധ്യങ്ങളുടെ പരീക്ഷണം കൂടിയാണ്. കൊലക്കേസ് പ്രതികളെ നിയമസഭയിൽ എത്തിക്കുന്നതിലൂടെ പാർട്ടി എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന ചോദ്യത്തിന് വോട്ടെണ്ണൽ ദിവസം ജനങ്ങൾ മറുപടി നൽകും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിയ ഫിദയുടെ ചോദ്യങ്ങൾ തലശ്ശേരിയിൽ ഓരോ വീട്ടിലും ചർച്ചയായാൽ കാരായി രാജന്റെ തിരഞ്ഞെടുപ്പ് ഗോത അത്ര എളുപ്പമാകില്ല. ഭരണ തുടർച്ചയ്ക്ക് ഏതടവും പയറ്റുന്ന CPM കാരായി രാജൻ എന്ന പടക്കുതിരയെ ഇറക്കി തലശ്ശേരി ഉറപ്പിക്കാൻ നോക്കുമ്പോൾ അത് തിരിച്ചടിയാകുമോ അതോ വിജയിക്കുമോ എന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നു.